മലബാർ സ്വന്തം പേരിനോട് നീതി പുലർത്തും. അഫ്ലു സോങ് കില്ലർ. കതിസുമ്മ പേര നല്ല പെറ്റത്, കണ്ണൂരിലെ പോര നല്ല പെറ്റത്, കഥയില്ല കാലത്തല്ല കെട്ടിയത്. കാതറിന്റെ മകളാ കാതറിന്റെ വയലാർ എഴുതുമോ ഇതുപോലെ? കൂടുതലോ അതിന് അതാണ് കറക്റ്റ്. ഉള്ളിക്കൊച്ചു ചോറ് മണക്കും ലേഖം വരകിടുമോ തേങ്ങ ചിരകിടുമോ കണ്ട വെള്ളത്തിൽ കുളിച്ചിട്ട് അതൊന്നും അല്ല മോനെ. ക്ലോസ് ചെയ്യാം. അത് വേണ്ട വേണ്ട. ജയിലിൽ നിന്ന് വന്നിട്ട് പാടുന്ന പോലെ അങ്ങനൊക്കെ അന്ന് അങ്ങനെ സാധനം കൊണ്ടിട്ടോ ഷാപ്പാടാക്കിയത്. ആള് മാറി തല്ലിയേ, ആള് മാറി തല്ലിയേ. അമ്മി വന്ന് വാരി ഞാൻ വാരി 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 മുണുങ്ങിയേ. ചെയ്തിട്ടുണ്ടാവാം. ഇത് പലർക്കും നൊസ്റ്റു ആയിരിക്കാം ഇവർക്ക്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ കിട്ടിയ പുള്ളിയാണ്. ആനേ മദന പൂങ്കനി തേനാളേ, ആനേ മദമളഗ്യ താടിച്ചോരാനേ, ഏടഞ്ഞാൽ ഗതി കിട്ടാതാലയുന്നാലേ. കമ്മ്യൂണിറ്റിയിൽ നിന്ന് വയസ്സായ ആൾക്കാരുണ്ടാവില്ല, അവര് ഒരു നെഗറ്റീവ്. ആ പട്ടിത്തെ നോക്കൂ, ആ പട്ടിക്കോ പറ്റിയ കൂട് 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 ആ പട്ടിയേ. കമ്പളക്കി മാനു അമാനു മമ്പറത്തെ മാനു ആ പലക കെട്ടിയെ ചുമട് കെട്ടി കൊണ്ടുപോയി സാധനം മൊത്തം കൊണ്ടുപോയി ആ പലക കെട്ടിയെ. അതെന്തായിരുന്നു ഡബ്സിയാണ് അത് പാടിയെന്ന് പറഞ്ഞത്? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മാള വലിക്കുന്ന കാലം കണ്ടൊരു മാള, ആളെ കറക്കുന്ന നോട്ടം മാണ്ടടി മോള. ഹായ് ഹലോ, വെൽക്കം ടു സിനിമാടെക്. ഞാൻ പിൻഷ മോഹൻദാസ്. ബാറിൽ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 3 പാട്ടുകാരെ കാണാനാണ്. അപ്പോൾ ആ പാട്ടിലൂടെയൊക്കെ നമുക്ക് തുടങ്ങാം, അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് എൻ്റെ അതിഥി അസ്ഹർ, അഫ്ലു, മുക്താർ. നമസ്കാരം. നിങ്ങൾ ഭയങ്കര ശാന്തമായി നിൽക്കുന്ന, നമ്മളെ അവസരം വിട്ടപ്പോ ഗോളടിക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഈ നമ്മൾ ഇപ്പൊ വൈറലായ പാട്ടില്ല, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? അതിന്റെ അകത്ത് തന്നെ തുടങ്ങാം. അഫ്ലു സോങ് കില്ലർ. ഒരേ ഒരു സോങ് കില്ലർ. നിങ്ങൾ കൂടെ പാടിക്കോട്ടെ. ഏതാ പാടണ്ടേ? കടലമ്മയുടെ കതിസുമ്മ പേര നല്ല പെറ്റത്, കണ്ണൂരിലെ പോര നല്ല പെറ്റത്, കഥയില്ല കാലത്തല്ല കെട്ടിയത്, കാതറിന്റെ മകളാ കാതറിന്റെ, കതിസുമ്മ പേര നല്ല പെറ്റത്, കണ്ണൂരിലെ പോര നല്ല പെറ്റത്, കഥയില്ല കാലത്തല്ല കെട്ടിയത്, കാതറിന്റെ മകളാ കാതറിന്റെ. ഉപ്പ വന്നാൽ ആടിനറുക്കും ഉടനടി തന്നെ കണ്ടോ, ഉള്ളി കൊയ്ച്ച ചോറ് മണക്കും ലേഖം വരകിടുമോ തേങ്ങ ചിറകിടുമോ കണ്ട വെള്ളത്തിൽ കുളിച്ചിട്ട് കൊരയാകുമോ, കതിസുമ്മ പേര നല്ല പെറ്റത്, കണ്ണൂരിലെ പോര നല്ല പെറ്റത്, കഥയില്ല കാലത്തല്ലേ കെട്ടിയത്, കാതറിന്റെ മകളാ കാതറിന്റെ. ഇതില് ശരിക്കും കടലമ്മയാണോ കതിയമ്മയാണോ പെറ്റതെന്ന് നമുക്ക് തന്നെ ഒരു സംശയമുണ്ട്. ആരായാലും പെറ്റല്ലോ, ആരായാലും പെറ്റും. സുഖപ്രസവം. കാട്ടലമ്മ കരഞ്ഞല്ലോ പെറ്റെന്നുള്ള ഗാനം ഞാൻ ഇതുവരെയായിട്ട് കേട്ടിട്ടില്ല. ഇവര് പറയുമ്പോഴാണ് ഞാൻ ആ ഗാനം തന്നെ കേൾക്കണേ. രസം എന്താന്ന് വെച്ചാൽ ഇവനോട് വേടന്റെ പാട്ട് പഠിച്ചു പോവാ അങ്ങനെ പറയുമ്പോ സ്വാഭാവികമായിട്ട് വേടന്റെ ഇപ്പൊ ട്രെൻഡിങ്ങിലുള്ള പാട്ട് അതാണല്ലോ. പ്രത്യേകിച്ച് ഒരു പേര് പറയാണ്ട് തന്നെ വേടന്റെ പാട്ട് പഠിക്കട്ടോ, വേടന്റെ പാട്ട് പഠിക്കും, നമുക്ക് വേടന്റെ പാട്ട് അതിൽ പിടിക്കാന്നൊക്കെ ഈ പഠിക്കുന്നൊക്കെ പറഞ്ഞു. ഒരു 2 ദിവസം ഭയങ്കര പ്രാക്ടീസാ. ഇവിടെ വന്നാണ്ട് ഏത് പാട്ടാ പാടിയെന്ന് പറഞ്ഞെടുത്ത കെണിയിലെ മാൻപേടയാണ്. നമ്മള് തെരഞ്ഞിട്ട് പോലും കണ്ടില്ല. അറിയോ? കാര്യമായിട്ട് അറിയില്ല. ഒരു വേടന്റെ ഇഷ്യൂ വന്നപ്പോഴാണ് കുറെ പേര് വേടനെ അറിഞ്ഞത്. വേടനെ അറിയാത്ത കുറച്ച് പേര്. അത് അതില് ഞങ്ങൾക്കൊരു ലക്കുണ്ട്. അത് ഞങ്ങൾ ഈ പാട്ട് ചെയ്യാൻ വിചാരിച്ചെന്നാണ് വേടന്റെ പ്രശ്നം ഇഷ്യൂ തുടങ്ങിയത്. ഞങ്ങൾ അപ്ലോഡ് കുറെ ആൾക്കാർ ടൈം നോക്കി ചെയ്തില്ലെന്ന് ചോദിച്ചു. യഥാർത്ഥത്തില് നമ്മൾ ചെയ്ത പാട്ടിൽ നിന്ന് വേടനെ പൊക്കി, അത്രേ ഉള്ളൂ. ഞങ്ങൾ അത് ആ ട്രെൻഡിങ് നോക്കി ചെയ്തൊന്നല്ല. നമ്മള് കുറച്ച് മുന്നേ എഴുതി വെച്ചത്
ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഇന്നത് വെക്കുമല്ലോ. ഷൂട്ടിംഗ് അന്ന് അപ്ലോഡ് ചെയ്ത് അപ്പൊ വേടനെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ടൈം മുതലാക്കിയില്ല എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സംഭവം അതല്ല. കൊരകത്തുമ്പോ വാഴ വെട്ടത് പറഞ്ഞ ആ രീതിയിൽ കമന്റ് ഒക്കെ ഇട്ടിന് കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കും. വേടൻ ഒരു വട്ടം കൂടെ കേറും കൊന്നേ. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീയിട്ടോണ്ടിരിക്കലാണല്ലേ, അതുകൊണ്ടാണോ അഫ്ലു സോങ് കില്ലർ എന്ന് തന്നെ പേരിട്ടത്? യെസ്, അതിന്റെ പിന്നിലൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. കാരണം എന്ന് പറയാം. നമ്മളിപ്പോ പാട്ട് ഇവ അത്യാവശ്യം പോപ്പുലറായ പാട്ടിന്റെ പാരഡി ആണല്ലോ ചെയ്യുന്നത്. ആദ്യം വരുന്ന കമന്റ് സ്വാഭാവികമായിട്ടും ആ പാട്ടിനെ കൊന്നായിരിക്കുമല്ലോ. കില്ലർ എന്ന് പറഞ്ഞാല് സാധാരണ കൊലയാളി എന്നാണല്ലോ അർത്ഥം അല്ലേ? അപ്പൊ സാധാരണ അങ്ങനെ ക്രൈം ചെയ്യുന്ന ആളല്ലോ കേട്ടോ, പാട്ടിനെ കൊല്ലുന്നു സോങ് കില്ലർ, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ആളുകളുടെ ഒക്കെ മനസ്സിൽ ഇങ്ങനെ കുടിയേറിയ കുറെ പാട്ടുകൾ ഉണ്ടാവല്ലോ, അതിനൊക്കെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ലിറിക്സ് ഒക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിൾ ചെയ്തിട്ട് എന്നാ അത് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ആ പാട്ടാണോ എന്ന് തോന്നിപ്പോ ഒറിജിനൽ ആണോ ഡൗട്ട് അടിച്ചു പോകും ആർക്കും. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ചെയ്തിട്ട് ഞമ്മക്ക് തന്നെ ഡൗട്ട് അടിക്കും ചില സമയത്ത്. അപ്പൊ ആളുകളെ ഇങ്ങനത്തെ ഈ പാട്ടുകളുടെ ഒരു ഉദ്ദേശിച്ച ഒരു പാട്ടിനെ വേറെ രീതിയിൽ കാണുമ്പോ അതിനെ കൊന്നില്ലേ എന്ന് ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കൂടുതലോ അതിന് അതാണ് കറക്റ്റ്. ആ നല്ലൊരു പാട്ടിനെ കൊന്നില്ലേന്ന് ചോദിക്കും. എന്നാ ഇനി ആ കമന്റ് വരരുത്, ഓനെ പിടിച്ച് അതന്നെ ആയിക്കോട്ടെ അവന്റെ ടാഗ്ലൈന്, അപ്പൊ പേര് മാറ്റുക. അതുകൊണ്ട് ഒരു കമന്റ് കൂടെ വന്നു, സ്വന്തം പേരിനോട് നീതി പുലർത്തുന്നു അഫ്ലു സോങ് കില്ലർ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ പാട്ടിനെ കൊല്ലുന്നൊന്നും ഇല്ല കേട്ടോ. അല്ല, നമുക്കറിയാം അതേ വരികൾ ഭയങ്കര വൾഗറായിട്ടുള്ള ലൈനൊന്നും അല്ല. വേറൊന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ആളുകൾ ഇപ്പൊ നമുക്ക് ഈ ഒരു മിമിക്രി പോലെ ഒരാളെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് കുറെ ആളുകൾ പറയും, കുറെ ആളുകൾ അതിന് നെഗറ്റീവായിട്ട് പറയുന്ന ആളുണ്ട്. ഒരു നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളുടെ സൗണ്ട് എടുക്കുന്ന സമയത്ത് ഇപ്പൊ പിണറായി വിജയന്റെ സൗണ്ടില്, മോദിന്റെ സൗണ്ടിലൊക്കെ ആളുകൾ മിമിക്രി ചെയ്യുന്ന സമയത്ത് ഇയാളോണ്ട് എതിരുള്ള പോലെ ആയിരിക്കും. എന്നാൽ നമ്മൾ ഒരാളുടെ സൗണ്ട് എടുക്കല് ഇമിറ്റേറ്റ് ചെയ്യൽ അയാളുടെ ഇഷ്ടം ഉണ്ടാകുമ്പോഴായിരിക്കും മിമിക്രി ചെയ്യുന്നത്, നമുക്ക് അതിനോടുള്ള ഇഷ്ടമായിരിക്കും പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ആ പാട്ട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല നമ്മൾ മൈൻഡിൽ ആ പാട്ട് കയറിയത്. യെസ്, ട്രിബ്യൂട്ട് അത്രേ ഉള്ളൂ. ആ പാട്ട് നമ്മൾ ചെയ്തത് അത് വേടനോടോ ഡബ്ബിനോടോ എന്തോ ഒരു വൈരാഗ്യം വെച്ചിട്ട് ചെയ്തല്ല, അതുകൊണ്ടുള്ള ഇഷ്ടമാണ്. അങ്ങനെ പാരഡി വരണം എന്നുണ്ടെങ്കിൽ ആ പാട്ട് ആദ്യം ഉള്ളിൽ കയറി നമ്മളത് ആഘോഷിക്കണം ഉള്ളിൽ, എങ്കിൽ മാത്രമേ നമുക്ക് അതിന് പാരഡി ചെയ്യാൻ കഴിയുള്ളൂ. പാരഡി ചെയ്യുന്നതിന് ഒരു അത്രയും നല്ലൊരു കഴിവ് വേണം. ഈ വരികളൊക്കെ എങ്ങനെ വരുന്നത്, ആരാണ് ഈ വരികൾക്കൊക്കെ പിന്നില്? എല്ലാരും ഉണ്ട്. അതായത് ഇതൊരു ടീം വർക്ക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു കെമിസ്ട്രി ഇതിനകത്ത്. ചില പാട്ടൊക്കെ ഒരാളത്തുനിന്നായിരിക്കും തുടങ്ങുന്നത്, ചില പാട്ട് വേറെ ആളത്തുനിന്നായിരിക്കും തുടങ്ങുന്നത്. കൗണ്ടിങ് വരും. ഞാനൊരു വരി പാടുകയാണെങ്കിൽ അതിന്റെ പിന്നാലെ ഈ അമ്മിമെന്ന് വാരി എന്നുള്ള സാധനല്ലേ, എന്റെ വൈഫ് കുറച്ചൊക്കെ പാടും. അപ്പൊ അവൾ അവിടെ നിന്ന് ഇങ്ങനെ പാടുന്ന പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കേട്ടിരുന്നു. ഞാൻ ശരിക്കും കേട്ട അമ്മിമെന്ന് വാരി ചമ്മിമരി വാരി എന്നുള്ള സാധനം എനിക്ക് ക്ലിയർ ആയിട്ടില്ല. അങ്ങനെയാണ് ആ വരി എന്റെ മൈൻഡിക്ക് ആദ്യം കിട്ടിയത്. അപ്പൊ അമ്മിമെന്ന് വാരി പിന്നെ ഞാൻ വാരി ഒരു 3-4 വരി കിട്ടിയാണ് ഓൾറെഡി ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഒന്നുകൂടി നന്നാക്കും. പിന്നെ അതിനെന്ത് ചെയ്യും, ഇങ്ങനെ തൊപ്പും തൊകലും ഒക്കെ ചേർത്തിട്ട് പിന്നെ ഒരു സ്വരുവാക്കി മാറ്റും. അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്ത് വരുന്ന സംഭവം. പിന്നെ പാട്ടായാലും അതിനെ കമ്പോസ് ചെയ്യുന്ന എല്ലാം നിങ്ങൾ തന്നെയല്ലേ? ഇത് പിന്നെ പാരഡി ഉള്ള സോങ്സ് ആയതുകൊണ്ട് കമ്പോസിംഗ് അതെ അതെ, അതിന്റെ വരികള് എഴുതുന്നത് പാടുന്ന ഈണത്തിൽ പാടുന്ന റെക്കോർഡിംഗ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. നമുക്ക് അമ്മിമെന്ന് വാരി ഒന്ന് കേൾക്കാം. പാടിയോട്ടെ, ഒന്ന് ഒറ്റക്ക് പാടും. അമ്മിമെന്ന് വാരി ഞാൻ വാരി 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 മുണിയേ, ഉമ്മിക്കരി വാരി ഞാൻ വാരി ഉമ്മ കാലി വാരി തല്ലിയേ. ഓ മല്ലി മല്ലി അനിയനും മുങ്ങിയേ, മല്ലി മല്ലി അനിയനും മുങ്ങിയേ, വേറൊരു ഹാലിലും ആള് മാറി തല്ലിയേ, വേറൊരു ഹാലിലും ആള് മാറി തല്ലിയേ, അമ്മിമെന്ന് വാരി ഞാൻ വാരി 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 മുണിയേ, ഉമ്മിക്കരി വാരി ഞാൻ വാരി ഉമ്മ കാലി വാരി തല്ലിയേ. ശരിക്കും കഥ ഉമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാ ശരിക്കും? അതെന്താ വെച്ച് കഴിഞ്ഞാല് ചെയ്തിട്ടുണ്ടാവാം, ഇത് പലർക്കും നൊസ്റ്റു ആയിരിക്കാം. നിങ്ങൾ ഓരോ പാട്ടും നൊസ്റ്റു പറയും. മാഷുമാര് അടിച്ചൊരു പാട്ട് പാടിയിട്ടില്ലായിരുന്നു. നമ്മൾ ഏത് പാരഡി ചെയ്താലും അതിൽ ഓട്ടോമാറ്റിക്കലി ഒരു സ്റ്റോറി അങ്ങോട്ട് ക്രിയേറ്റ് ആവും. അത് നമ്മൾ ബോധപൂർവം ചെയ്യുന്ന ഒരു സംഭവം അല്ല. പണ്ട് മാഷന്മാരുടെ അടുത്തുനിന്ന് ഒരുപാട് കുട്ടികൾക്ക് അടിയിട്ടിട്ടുണ്ട്. ഓലൊക്കെ ഈ സോങ്ങിനെ വലിയ വിധത്തില്
ആഘോഷിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് എന്റെയൊക്കെ സാറ് 2 കൈ നീട്ടിയിട്ടാ പിന്നെ തല്ല് തന്നുകൊണ്ടിരുന്നത്. അഫ്ലുവിനെ കാണുമ്പോ ശരിക്കും പറഞ്ഞ ഈ ഒരു തോർത്ത് ഇങ്ങനെ കെട്ടിട്ട് ഈ വെള്ളയും ഇട്ടിട്ട് ഈ തോർത്തും ഇത് ഭയങ്കര ഒരു ശരിക്കും നിങ്ങൾ ചെയ്തത് തെറ്റാണ്. കയത്തില് തോർത്തില്ലാതെ ഞങ്ങളെ യൂണിവേഴ്സിറ്റി തന്നെ കയറ്റില്ല സാധാരണ. പുറത്ത് അഫ്ലു എന്ന് പറയുന്ന മുഖം ഇതാണല്ലേ, വെള്ളയും പിന്നെ കഴുത്തില് തോർത്ത്. ഇതാണ് ഐഡന്റിറ്റി. സുഹൃത്തുക്കളാണോ അതോ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ? ട്വിസ്റ്റ് എന്ന് പറഞ്ഞാല് ഞങ്ങള് രണ്ടുപേരും ഒരു കമ്പനീന്റെ പ്രൊഡക്റ്റ് ആണ്. ഏട്ടനും അനിയനുമാണ്, ഒരേ വീട്ടിൽ നിന്നുള്ളവരാണ്, ഉടപ്പറപ്പുകളാണ്, ഒരേ രക്തബന്ധമാണ്. ഞാൻ ഏട്ടൻ, ഇവൻ അനിയൻ. പിന്നെ എത്ര മക്കളുടെ ഇളയ അനിയനാണോ? ഇവൻ ഇളയതാണ്, വീട്ടിലെ ഏറ്റവും ഇളയതാണ്. ഞാൻ രണ്ടാമത്താണ്. ഞങ്ങൾ 4 പേരാണ്. 4 പേരാ. ഉസ്താദിന്റെ എന്തോ ഒരു പാട്ട് ചെയ്തപ്പോ അഫ്ലുവിനെ കണ്ടാൽ നമുക്കത് തോന്നിയായിരുന്നു ഉസ്താദാവാൻ പഠിക്കുന്നതാണോ? നിലവിൽ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ഫീൽഡ് തുടരാനാണ്. ശരിക്കും പറഞ്ഞാൽ പാട്ട് ഫീൽഡാ ഇഷ്ടം. അത് ചെറുപ്പത്തിലെ അങ്ങനെ തന്നെയാണ്. ഈ ആർട്ടിസ്റ്റ് ഫീൽഡ് അങ്ങനെ ക്രിയേറ്റ് ആയി വന്ന് അതെങ്ങനെ ഒരു ലെവലിലേക്ക് ഇങ്ങനെ എത്തുകയായിരുന്നു. അല്ല അഫ്ലുവിന്റെ ഒരു ഇത് എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മയില് ഇവനും പാരഡി എഴുതുന്നുണ്ട് അത്യാവശ്യമൊക്കെ, പക്ഷെ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇവൻ മുമ്പ് ചെറിയ കുട്ടിയായ സമയത്തിന് അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവന്റെ അടുത്ത് വന്നാണ്. അതും എത്ര വയസ്സില്? അന്ന് വൻ ക്രിയേറ്റിവിറ്റി ആയിരുന്നു. ഒരു 3-4 വയസ്സിലൊക്കെ. അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തലൊരുങ്ങിയ നേരത്തില് ഇവിടെ ഇവന്റെ അയലക്കത്തെ ഒരു കല്യാണം ഉണ്ടായപ്പോ അടുത്ത വീട്ടിലെ കല്യാണത്തിന് പന്തല് കെട്ടിയ നേരത്ത് പന്തലിന്റെ കയറ് കെട്ടിയത് എന്റെ പറമ്പിലാണ്. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ആളാവേ അന്നൊക്കെ. അന്ന് അങ്ങനൊക്കെ വെറുതെ തമാശയായിട്ട് അങ്ങനെ. അതേമാതിരി ഞാൻ സ്കൂളിലൊക്കെ വട്ടപ്പാട്ടും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോ അതിന്റെ വരികൾ പ്രാക്ടീസ് ചെയ്യുന്നു. അന്ന് ഇവന് ചെറുപ്രായ. അന്ന് ഇവൻ ഈ പിന്നെ ബേക്കറി ഒക്കെ എടുത്ത് വെച്ചൊക്കെ കട്ടെടുത്ത് കഴിക്കുമല്ലോ വീട്ടിൽ. അങ്ങനെ ബേക്കറി നിന്നും മഫ്ലവ് കുട്ടി പിന്നെ അങ്ങനെ പോക്കിരി പീക്കിരി അഫ്ലവ് കുട്ടി എന്നൊക്കെ അങ്ങനൊക്കെ ഇവൻ തന്നെ ഇവനെ പറ്റി പാടലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാ നമ്മളെന്താ പറയാ, ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് എന്താ ബേക്കറി തിന്നും അഫ്ലവ് കുട്ടി, പോക്കിരി കാട്ടും അഫ്ലവ് കുട്ടി, പോക്കിരി പീക്കിരി അഫ്ലവ് കുട്ടി. എനിക്ക് പോലും അറിയില്ല, ഓനക്ക് ഓർമ്മയില്ല. അടുത്ത വീട്ടിൽ പന്തല് കെട്ടി ഒന്നും എന്റെ ഓർമ്മയില്ല. ഇവൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഏട്ടനത് ഓർമ്മിച്ച് പറഞ്ഞിരിക്കാം. എനിക്ക് ഓർമ്മയുണ്ട്. ഓനൊരു 3 വയസ്സൊക്കെ ഞങ്ങള് ചർച്ച ചെയ്യും. ഇവൻ ഇപ്പൊ ആ പന്തല് കെട്ടിയ സാധനമൊക്കെ സംഭവം നല്ല ക്രിയേറ്റീവ്. ഓൻ ചിലപ്പോ മോളിൽ പോയാൽ അത് വിട്ട് കഴിഞ്ഞ്, പക്ഷെ നമ്മളതിനെ സീരിയസ് ആയിട്ട് എടുക്കലുണ്ട്. അങ്ങനെ മോളി സാധനം പിന്നെ എന്തോന്നുണ്ടായിരുന്നല്ലോ സ്കൂളിൽ ചേർത്തിയ സമയത്ത്. സ്കൂളിലെ സമയത്ത് ഒരു എന്താ വീട്ടിലകത്ത് അതൊന്നും വേണ്ട, ക്ലോസ് ചെയ്യാം. അത് വേണ്ട, അത് പ്രശ്നമാവും. അത് വേറെ ലെവൽ പാരഡിയാ. വേഷായിരിക്കണോ അത് എനിക്കറിയില്ല. വേണ്ടെങ്കിൽ കട്ട് ചെയ്യാം. അറിയില്ല എന്ന് പറഞ്ഞ കൊറേ അഭിനയിക്കാണ് വേറെ കാര്യം. പക്ഷെ ഞങ്ങൾക്ക് പാടാൻ നിർവാഹമില്ല, അതുകൊണ്ട്. പക്ഷെ അത്രയും ഹെവി ലെവൽ ക്രിയേറ്റിവിറ്റി ആയിരുന്നു. പറ്റില്ല. പാടാൻ പറ്റാത്ത പറഞ്ഞപ്പോഴാ നിങ്ങള് പഴയ 80s മാപ്പിളപ്പാട്ടില്ലേ, പിന്നെ കോൽക്കളിയെല്ലാം കളിക്കുന്ന മാപ്പിളപ്പാട്ടിന്റെ ഒരു പാരടി പാടിയിട്ട് അത് പക്ഷേ നിങ്ങൾക്ക് ആനമദനപ്പൂ പാടിക്കോ. ഞാൻ വേണമെങ്കിൽ എങ്ങനെയാണ് ഈ ലിറിക്ക് സിംഗ് ചെയ്യുന്നതെന്നുള്ളതെന്ന് കാണിച്ചു തരാം. ആനേ മദന പൂങ്കനി തേനാളേ, ആനേ മദമളഗ്യ താടിച്ചോരാനേ, ആടങ്കൽ വഴി പെട്ടാരേനെ നാളെ, എടഞ്ഞാൽ ഗതി കിട്ടാതലയുന്നാനേ, വാനാപുരി ഹുസ്നുൽ ജമാലോടിപ്പോ, ആന ചിരി ഉശിരിൽ ജമാലോടിപ്പോയി, ബദറുൽ മുനീറുറ്റ് പായക്കമിപ്പോ, ബദറും മുനീറും ദാ പാരക്കം പാഞ്ഞോ, തേനാർ ചിറക്കുന്ന പായക്കം കേട്ട് ദേഹം താളച്ച കൊണ്ടുരയുന്നൊട്ട്, തേങ്ങാ ചരകുന്ന മുഴക്കം കേട്ട്
ദേഹം തളച്ചിട്ട ആനക്ക് വട്ട് ആനമാല ബന്ധരടങ്കൽ ദേശ കടുപ്പം കീടന്നോടും നോരു ഫാർസ ആന മറിച്ചിട്ടു അടുപ്പിലെ ദോശ കടുപ്പം കാടെ നിറങ്ങി ഓടുന്നു മൂസ ആന മറിച്ചിട്ടു അടുപ്പിലെ ദോശ കടുപ്പം കാടെ നിറങ്ങി ഓടുന്നു മൂസ ആനേ മതമളക തടിച്ചോരാനേ എടഞ്ഞാൽ ഗതി കിട്ടാതലയുന്നാനേ. അതായത് ആ ഒരു ഒറിജിനൽ വരികളാണ് ഞാൻ ആദ്യം പാടിയത്. അതിന്റെ പാരഡിയാണ് ഓരോന്നിന്റെയും. അപ്പൊ ആ വരികൾ തമ്മിൽ എത്ര സിങ്ക് ആണ് എന്നുള്ളത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ സിമിലറായ വാക്ക്, ഏത് പാട്ടാലും സിമിലറായ വാക്കുകൾ കൊണ്ടൊരു കളിയാണ്. അതാണ് ഇതെങ്ങനെ ഇത്ര ക്രിയേറ്റിവിറ്റി ഞാൻ ഒരു എഴുത്തുകാരനും കണ്ടു. നമ്മള് ഇങ്ങനെയുള്ള പാട്ടിന്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ. രസതല്ലേ. ഇത് ഒറിജിനലി മോയിൻകുട്ടി എഴുതിയ പാട്ടാ. ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാൽ കഥയാണ്. റൊമാൻറ്റിക് സ്റ്റോറിയാണ്. അതിനകത്തെ നായകനാണ് ബദ്രുൽ മുനീർ. അതാണ് ബദറുൽ മുനീറുറ്റ പായക്കാമെന്നിട്ടിട്ട് ഇവര് ആന അടഞ്ഞപ്പം ബദറും മുനീറും രണ്ടുപേരും ഓടിയതാക്കി. ബദറും മുനീറും എന്താ പയക്കമുള്ളടത്ത് പരക്കം ഇതിന്റെ ശരിക്കും പറഞ്ഞ ഈ ഭാഷ പെട്ടെന്ന് മനസ്സിലാവാനും ഒരു ഇത് വേണമല്ലോ. മലബാറിലുള്ളവർക്കാ കൂടുതൽ മനസ്സിലാവുക. ഇപ്പൊ ഈ ഷമ്മിമേരി വാരിന്റെ സാധനം ചെയ്തപ്പോഴേ കുറെ ആളുകള് ഇപ്പൊ കവറൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഇതിന്റെ ലിറിക്ക് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഇതായതുകൊണ്ട് പഠിച്ച് നിങ്ങൾ എഴുതി കാണിക്കുന്നല്ലേ അല്ല മനസ്സിലാവില്ല, അതന്നെ പാടുന്നതായിരുന്നു. ഈ ബദ്രുൽ മുനീറിന്റെ ഈ പാട്ട് പാടിയപ്പോ നിങ്ങൾക്ക് അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് വയസ്സായ ആൾക്കാരുണ്ടായില്ല, അവര് ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാ കുറെ നന്നായിട്ട് ആസ്വദിച്ച് പോസിറ്റീവ് പറഞ്ഞവരുണ്ട്. അതിനൊരു ക്രിയേറ്റിവിറ്റി ആയിട്ടും കോമിക്കായിട്ടും ആസ്വദിച്ച് നല്ല പോസിറ്റീവ് ആയിട്ട് നമുക്ക് തന്നവരുണ്ട്. ഭൂരിപക്ഷം അങ്ങനത്തെ അഭിപ്രായം. നമ്മളെന്താ നെഗറ്റീവ് എന്ന് പറയാൻ നമ്മൾ ചിലതൊക്കെ നെഗറ്റീവ് കിട്ടണമെന്ന് കരുതിയിട്ട് പോലും കിട്ടുന്നില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. നെഗറ്റിവിറ്റി കുറച്ചുകൂടെ കയറും. അന്നേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇപ്പൊ ഈ അന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പൊ ചുമ്മാ ഇപ്പോടെ ആലോചിച്ചാട്ടോ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ അന്ന് മനസ്സിലാവുന്ന ഈ ഗാനമേളകൾ നടക്കുമെന്ന്. വല്ലാണ്ട് പാട്ടും പുതിയ പാട്ടുകളൊക്കെ ഗാനമേള എന്നാ കേൾക്കുക. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഗാനമേള ഉണ്ടായിരുന്നു. ആ സാധനല്ലേ, അത് കേട്ടപ്പം എൻ്റെ മൈൻഡിൽ ഞാൻ അങ്ങനെ ഒരു കള്ളൻ ഒരു പ്രതി ജയിലിൽ നിന്ന് വന്നിട്ട് പാടുന്ന പോലെ എന്നൊന്ന് രാവിലെ പൊട്ടല് കെട്ട് ഞാൻ ഞെട്ടി വീണുവരുന്നു നട്ടലിനിട്ടിട്ട് രട്ടണം പൊട്ടുന്നു എന്നൊന്ന് രാവിലെ പൊട്ടല് കെട്ട് ഞാൻ ഞെട്ടി വീണുവരുന്നു നട്ടലിനിട്ടിട്ട് രട്ടണം പൊട്ടുന്നു ഞെട്ടെല്ലാം പൊട്ടായി പൊട്ടെല്ലാം കട്ടായി പോകണേ കട്ടകാലം വന്ന പൊട്ടന മിസ്സായി മീശ വിരിച്ചിട്ട് ചുട്ടടി കിട്ടുമ്പോ പാവം എനിക്ക് ഷാപ്പിടാനായി ബോംബായുള്ളി പോലുള്ളൊരു ഉണ്ട കേവലം ഒരു കല്ല് പോലെ കടിച്ചാ കിട്ടാത്ത ഗോതമ്പിന്റെ ഉണ്ടാ ഷാപ്പാട് ജയിലിലെ ഷാപ്പാട് അങ്ങനൊക്കെ അന്ന് അങ്ങനെ എനിക്ക് പാട്ടുകള് ഓർമ്മ ഉണ്ടാവും. എന്നത്തെ സാധനം കൊണ്ടിട്ടോ അന്ന് കൊറേ പാട്ട്, എല്ലാ പാട്ടും ഷാഫി കൊല്ലത്തിന്റെ ഒരു പാട്ട് ഇറങ്ങിയല്ലോ. പക്ഷെ അതിന്റെ സാധ്യത ഇപ്പോഴാണ് നമ്മളിതിനെ സീരിയസ് ആയിട്ട് വെറുതെ സ്വയം ഇഷ്ടം പോലെ ഇപ്പൊ ഇറങ്ങുന്ന സാധനങ്ങളൊക്കെ അന്ന് വെറുതെ പോയ സാധനങ്ങളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഭയങ്കര എന്റെ മനസ്സിൽ കയറിയ ഒരു പാട്ടാണ് അന്നന്ന പാത്തിയെ. അതിന്റെ നിങ്ങളെ പാട്ട് അതങ്ങ് ഇടിച്ചങ്ങ് കേറിയല്ലോ. അതൊന്ന് പാടിയ എനിക്കൊന്ന് നേരിട്ട് അണ്ണന്റെ പട്ടിയ അപ്പട്ടി ദേ ദേടാ അപ്പട്ടിയോ അപ്പട്ടി ദേ നോക്കൂ അപ്പട്ടിക്കോ പറ്റിയ കൂട് അപ്പട്ടിയേ മാനു ബമ്പളക്കി മാനു അമാനു മമ്പറത്തെ മാനു ഓം പലക കെട്ടിയെ ചുമടി കെട്ടി കൊണ്ടുപോയി സാധനം മൊത്തം കൊണ്ടുപോയി ഓം പലക കെട്ടിയെ ചുമടി കെട്ടി കൊണ്ടുപോയി സാധനം മൊത്തം കൊണ്ടുപോയി. ഇത് രണ്ട് പാട്ടിന്റെ മിക്സിംഗ് മൂന്ന് പാട്ട്. ഇതിലൊരു സ്റ്റോറി ക്രിയേറ്റ് ആയി. അത് ശ്രദ്ധിച്ചോ നിങ്ങള്?
മരം ആ കയറ്റിയാ? പട്ടിക്ക് കൂടുണ്ടാക്കാൻ പട്ടിക്ക് വേണ്ടി കൂടുണ്ടാക്കാൻ വേണ്ടിട്ട് മരം കയറ്റി ഉണ്ടായ ഓക്കേ. ആ ഒരു ക്യാരക്ടർ ഉണ്ട് മമ്പർത്ത മാനു. നിങ്ങളെ എന്താ പറയാ ശരിക്കും സിനിമ ചെയ്യാൻ നിങ്ങൾക്ക് ഈ മാനു എന്ന ഡയറക്ഷൻ പേരുള്ളവരൊക്കെ രണ്ടടി മാറി കാരണം സിനിമ എന്തായാലും നമ്മൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പ്ലാൻ ഉണ്ട്. നമ്മൾ നല്ല ഡയറക്ടറെ കിട്ടി കഴിഞ്ഞാല് ഞാൻ കുറച്ച് എയിലൊക്കെ പരീക്ഷണങ്ങൾ നടത്തുന്ന എയില് 5 കോടി ആൾക്കാര് കണ്ട ഒരു വീഡിയോ ഉണ്ടല്ലേ അനിമേഷൻ അത് എ അല്ല അനിമേഷൻ എയില് ഇപ്പൊ നമ്മളൊരു ദിനോമുക്കറിന്റെ വീഡിയോ നമ്മളതല്ല വേറെ ടീമിന്റെ വ്ളോഗ് അതൊരു വീഡിയോ ഹിറ്റ് ആയിരുന്നു, ഒരു ഡോക്യുമെന്ററി പോലെ ചെയ്തത് അപ്പൊ ആ സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് റിയൽ ലൈഫിൽ അങ്ങോട്ട് പോയാൽ എങ്ങനെ ഇരിക്കുന്ന ഇതിന്റെ ഒരു വ്ളോഗ് പോലെ ചെയ്തു ദിനോമുക്കിൽ പോകുന്നത്. അത് അത്യാവശ്യം നമ്മുടെ ഫിറോസ്ക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു, അത് നന്നായിട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ കുറെ ആൾക്കാർ അതിന്റെ അടി കമന്റ് ഉണ്ട് നിങ്ങൾക്ക് ഒരു സിനിമ ചെയ്തുകൂടെ എന്നൊക്കെ. നമുക്ക് ഒരു ഏലിയൻ സ്റ്റോറി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, സ്ക്രിപ്റ്റ് റെഡിയാണ്, കാണുന്ന ആരും പ്രൊഡ്യൂസറിന്റെ കോൺടാക്ട് ഇൻഷാല്ലാ അത് പറ്റട്ടെ. നിങ്ങൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇട്ടത് ശരിക്കും അഫ്ലു ആണ് പാട്ട് പാടുന്നത്, അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ അസ്ഹർ ശ്രമിക്കുന്നു, ശ്രമിക്കുന്നു ഒക്കെ പറയും. ശരിക്കും നിങ്ങൾ 3 പേരും കൂടുമ്പോഴല്ലേ ആ പാട്ട് ഉണ്ടാവുന്നത്? ശരിക്കും അങ്ങനെ ഒരു നെഗറ്റീവ് അതിലേ വേറെ സാരോട് പറയണം. ഇപ്പം ഫസ്റ്റത്തെ നിങ്ങൾക്ക് ഇത് ചാനൽ വാച്ച് ചെയ്താൽ അറിയാം, ഒരു 4 പാട്ട് 5 പാട്ട് ടക്ക് 4 പാട്ട് അടുപ്പിച്ച് വന്ന് പിന്നീട് എന്നോട്ട് പാട്ട് ഇറങ്ങിയില്ല എന്ന് ചിന്തിച്ചാൽ ഇതിന്റെ ഉത്തരം കിട്ടും. കാരണം ഞാൻ ബിസിയായി, മുക്താറും ബിസിയായി. തുടക്കത്തെ പാട്ട് ഇറങ്ങിയപ്പോ ഞങ്ങക്ക് പക്ക ഫ്രീ ആയി 2-3 ദിവസം ചിലപ്പോ അടുത്ത പിറ്റേ ദിവസം തന്നെ ഒന്ന് ഇറങ്ങിന്ന് വരും. തുടക്കത്തിൽ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, നമ്മൾ ഫ്രീ ആയിരുന്നു. അഫ്ലു ഒന്ന് പറഞ്ഞല്ലേ ഇവരുടെ മുന്നിലാണ് ആദ്യം ക്യാമറക്ക് മുന്നിൽ നിന്നതെന്ന്. ഒന്ന് ജ്യേഷ്ഠനാണ്, ഒന്ന് ജ്യേഷ്ഠന്റെ സുഹൃത്താണ്, ജ്യേഷ്ഠന്റെ തുല്യമായിട്ട് ആളാണ്. ഫ്ലൂവിനെ മാത്രം ഇങ്ങനെ ഒരു ഹൈപ്പ് കിട്ടുമ്പോൾ ഇവർക്ക് കിട്ടാതെ എങ്ങനെ പോയപ്പോ ഒരു വിഷമം വന്നു. അല്ല നമ്മൾ ഉണ്ടാക്കിയൊരു ക്യാരക്ടർ അല്ലേ ആക്ച്വലി. ഇപ്പൊ ഞാനായാലും മുക്താറായാലും ഓൺ ക്രിയേഷൻ പുതിയ ട്യൂണിൽ ചെയ്ത് പാട്ട് പാടുന്ന നമുക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട്. നമുക്ക് ഒരിക്കലും ഈ പാട്ട് ഇറക്കാൻ പറ്റൂല. നമ്മൾ ഓൾറെഡി വെറുതെ എഴുതി വെച്ച പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനത്തെ എഴുതുന്നില്ല, മൈൻഡിലേ ഉള്ളൂ, എഴുതുന്നില്ല, ഇതൊന്നും എഴുതുന്നില്ല കേട്ടോ. ഇവന് ക്രിയേറ്റ് ആവുന്ന സാധനങ്ങളാണ്. അപ്പൊ ഓൾറെഡി കുറെ സാധനം അങ്ങനെ കിടക്കണേ, അത് ഒരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടേ പറ്റൂല. ഞാൻ എന്റെ ഇവന്റ് ലെവലിൽ ചെയ്യാൻ പറ്റില്ല, വേറെ ലെവലുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സോങ്സ് ഉണ്ട്. അപ്പൊ ക്രിയേറ്റ് ആയാൽ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ അഫ്ലുവിന് ഇപ്പൊ അഫ്ലു പെട്ടെന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. ആളുകൾ എന്താണ് നമ്മളിത് ആഗ്രഹിക്കുന്നത് അതന്നെ കൊടുക്കണല്ലോ. പിന്നെ പതുക്കെ നമ്മൾ എന്തായാലും അഫ്ലുവിനെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാനല്ല ഉദ്ദേശിക്കുന്നത്. അഫ്ലുവിനെ നമ്മളൊരു ബ്രാൻഡ് ആക്കി മാറ്റിട്ട് നമ്മൾ വേറെ പ്ലാൻ ഒക്കെ ഉണ്ട്, അതിപ്പോ പറയില്ല, അതൊക്കെ സസ്പെൻസ് ആണ്. ഇപ്പൊ എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ പിന്നെ അഫ്ലു സോങ് കില്ലർ എന്ന് പറഞ്ഞത് അറ്റൻഷൻ നേടിയെടുക്കുക എന്നുള്ള ഒരു സംഭവമാണ്. ഈ കെട്ട് കണ്ടോ? ഇത് നിങ്ങൾ കേരളത്തില് ഈ ഏജിലുള്ള ആരെങ്കിലും കെട്ടുന്ന കണ്ടിടോ? അപ്പൊ അതാണ്. അപ്പൊ ഒരു ലുക്കില് ഒരു ചേഞ്ച് വന്നാല് ഇനിയിപ്പോ അഥവാ പാട്ട് പോരാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഇത് ഓനൊരു അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഡിഫറെന്റ് അവിടെ ഉണ്ടായാൽ മതി. നിങ്ങൾ വെറുതെ സോഷ്യൽ മീഡിയ ഒന്ന് വാച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒറ്റ കാരണം കൊണ്ട് ക്ലിക്കായ കുറെ ആൾക്കാരെ കാണാൻ പറ്റും. അപ്പൊ അതും നമ്മൾ ഇതിന് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ട് ചെയ്തൊരു സാധനം. സിനിമയിലെ ആ പാട്ടുകാരൻ ഭയങ്കര വമ്പൻ ഹിറ്റ് ആയത് അത് പലരും ഡബ്സി ആണെന്ന് തെറ്റിദ്ധരിച്ചു. അതെന്തായിരുന്നു ഡബ്സി ആണ് അത് പാടിയെന്ന് പറഞ്ഞത്? അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഡബ്സിന്റെ ഒരു AI എഡിഷൻ വന്നിരുന്നു. ഡബ്സിന്റെ വോക്കൽ പോലെ ഫസ്റ്റ് അതാ വന്നത്. കുറച്ച് ലിറിക്ക് മാത്രം ചെയ്താണ് ഡബ്സിന്റെ വോക്കലില് AI വെച്ച് ചെയ്ത്, അതായിരുന്നു ആദ്യം വന്നത്. അപ്പൊ അത് ഡബ്സി പാടി തന്നിരുന്നു. ഡബ്സിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. മാണ്ട മാള മാഞ്ഞാളം മാള മാണ്ട മാഞ്ഞാളം പാള വലിക്കുന്ന കാലം കണ്ടൊരു മാള ആളെ കറക്കുന്ന നോട്ടം മാണ്ടടി മോളെ നോള എന്നുടെ തോളിൽ കയറണ മാളെ മാഞ്ഞാളക്കളി മാറ്റാള കുട്ടിമാളെ കുറ്റിപ്പന്തൽ കെട്ടി ചമച്ച് മട്ടല് കൊണ്ടൊരു കട്ടില് വെച്ച് ആട്ടങ്ങ തോട്ടങ്ങ ഞൊട്ടങ്ങ മൊച്ചിങ്ങ കുത്തി ചതച്ചൊരു കൂട്ടാൻ വെച്ച് മിച്ചറ് പൂവിനെ പിച്ചി പറിച്ച് തെച്ചിപ്പൂവും കൂട്ടിക്കുഴച്ച് പച്ച പിലാപ്പില പൊത്ത പിലാപ്പില വെച്ച് നിരത്തി കഞ്ഞി കുടിച്ച കാലം എങ്ങനെ മായും കുഞ്ഞാരേ, കാലം എങ്ങനെ മായും കുഞ്ഞാരേ. പാളാന്ന് പറഞ്ഞൊരു വേർഡിൽ തുടങ്ങുന്ന വേറെ പാട്ടില്ല. ഞാൻ എപ്പോഴും പാട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്ന ഫസ്റ്റ് വേർഡ് എവിടെയും തുടങ്ങാത്ത ലിറിക്കുമ്പോൾ തുടങ്ങണം. പജ്ജിന്റെ വെയ്ത്തൽ ആ വരി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ലൈൻ അതാട്ടോ.
പജ്ജിന്റെ വെയ്ത്തല പാഞ്ഞു കളിച്ചും കുജ്ജിലും കൊളത്തിലും ചാടി കുളിച്ചും മൂച്ചിന്റെ മൂട്ടിൽ സാറ്റ് കളിച്ചതും റോട്ടുമ്മ കയറിട്ട് ബാറ്റ് കളിച്ചു ഒഴിച്ചിട്ട് കളിച്ചൊരു തെളിച്ചുള്ള കാലം ചിരിച്ചതും കളിച്ചതും എത്ര നേരം കാച്ചിൽ കഴിച്ചിട്ട് പൈച്ചിൽ മാറ്റിയ സൊറച്ചിലും പറിച്ചിലും നിറച്ചൊരു കാലം നമ്മളെ നെഞ്ചിൽ കേറിയ കുഞ്ഞാളെ അങ്ങനെ പോണ സാധനം. അതില് എനിക്കിപ്പോ ആ ലിറിക്ക് ചെയ്തപ്പോ ശരിക്കും ഒരു വിഷ്വൽ കണ്ടിട്ടാ. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു ആ സമയത്തൊക്കെ കുറെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ റോട്ടുമേ കയറിയിട്ട് ക്രിക്കറ്റ് കളിക്കും. അതാണ് റോട്ടുമേ കയറിയിട്ട് ബാറ്റ് കളിച്ച് പജ്ജിന്റെ വെയ്ത്തല പാഞ്ഞ് കളിച്ചു പറഞ്ഞാൽ ഉമ്മാൻ്റെ വീട്ടിൽ ചിന്റെ ചെറുപ്പത്തിൽ പശു പൈക്കുട്ടി ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ബാക്കിൽ പായ കുന്തിരി എടുക്കും, ഇങ്ങനെ കുന്തിരി കേട്ടണോ? അപ്പൊ അതൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിരുന്നു മെമ്മറി. പിന്നെ അവിടെ റോട്ടുമേൽ കയറിയിട്ട് പന്ത് കളിക്കുന്നത് പോലെ തന്നെ മറ്റൊരു മഹാപ്രതിഭയാണ് നമ്മുടെ മുക്താർ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒക്കെ കിട്ടിയ പുള്ളിയാണ്. റെക്കോർഡ്സ് കിട്ടിയ ആളാണ്, ചെറിയ പുള്ളിയൊന്നും. മുക്താർ മുഹിബ് നൂർ എന്നാണ് പുള്ളി ലേബൽ നെയിം. മുഹിബ് നൂർ. എൻ്റെ ഒരു പാട്ട് 2021 ഇറങ്ങിയൊരു പാട്ടുണ്ട്, വെള്ള ലിബാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയണം എന്ന് പറഞ്ഞൊരു പാട്ട്. അതൊരുവിധം ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസിലൊക്കെ അത്യാവശ്യം നല്ല അത് ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂഡ് ഇവരെ നിന്നൊക്കെ ഡിഫറെൻറ്റ് ചേഞ്ച് ഉണ്ട്. അതെന്ന് വെച്ചാൽ അതൊരു ഇമോഷണൽ വർക്കിംഗ് ആണ് ആ സോങ്. ഇസ്ലാമിക് ടച്ചിങ് ആണ്, എന്നാലും എന്താ പറയുക നമ്മളെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള, അതായത് മരണത്തിനെ മംഗല്യത്തിനോട് ഉപമിച്ച് കൊണ്ടുപോകുന്ന വരികളാണ് അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ. ആ പേരിലൊരു ബ്രില്യൻ്റ് ഇട്ടോ. പാട്ടിന്റെ ടൈറ്റിൽ നെയിം കൊടുത്തിന് ഇപ്പൊ മാറ്റിയോ? മൂന്നാം കെട്ടിലെ ആദ്യരാത്രി എന്നായിരുന്നു. മൂന്നാം കെട്ടിലെ ആദ്യരാത്രി. അവിടെ തന്നെ 3 കെട്ട് എന്ന് പറഞ്ഞത് മയ്യത്ത് കെട്ടുന്ന കെട്ടാണ്. അതാണ് മൂന്നാം കെട്ട് എന്ന് പറയുമ്പോ അവിടെ അതിലൊരു ബ്രില്യൻ്റ് വെച്ചിട്ട് അത് ആ ഖബറിലെ ആദ്യരാത്രിയാണത്. മൂന്നാം കെട്ടിലെ ആദ്യരാത്രി. നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയെന്ന് പറയുന്നത് ഈ പാട്ടിന്റെ കംപ്ലീറ്റ് വർക്ക് ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ള നിൽക്കാണ്. ലിറിക്സ് ജനിക്കുന്നത് മുതൽ അതിന്റെ എല്ലാ പ്രോസസ്സിങ്ങും, ലിറിക്സ് പിന്നെ കമ്പോസിങ്, അതിന്റെ മ്യൂസിക് പ്രൊഡക്ഷൻ, കംപ്ലീറ്റ് ക്യാമറ വിഷ്വൽ അയച്ച് ബാക്കി ഓഡിയോ പ്രൊഡക്ഷൻ മൊത്തം. അതിപ്പോ 2 വർഷം ആകുന്നു. കാരണം അങ്ങനെയുള്ള പാട്ടുകളാണ് എൻ്റെ ഓഡിയൻസ്, അതായത് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഓഡിയൻസ് എൻ്റെ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇവരെ കൂടെ കൂടുമ്പോൾ കോമഡി ആകുന്നു, പക്ഷെ എന്നെ കോമഡി ആയിട്ട് കാണാൻ ആളുകൾക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ. അപ്പോൾ ഈ വെള്ള ലിബാസിൻ കൂടെ വേണി എന്ന പാട്ടിൽ പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനും അത്രയും ഇമോഷണലായിട്ട് നിൽക്കുന്ന സമയത്ത് വന്ന വരികളാണ്. ഒരാൾ വന്നിട്ട് ഒരു മരണത്തിനെ കുറിച്ചിട്ട് ഒരു പാട്ട് എഴുതണം, ഇത്ര പൈസ തരാന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതൊക്കെ ആ സമയത്ത് സംഭവിക്കുന്ന. അതിനകത്ത് എല്ലാവർക്കും ടച്ചിങ് ആയിട്ടുള്ളൊരു വരിയുണ്ട്, പ്രിയസഖി നീയൻ 3-ാം കെട്ടിന് സമ്മതം മൂളയണം എന്ന് പറഞ്ഞിട്ടുള്ള. അതിലൊരു ബ്രില്യൻസ് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ ഐഹിക ജീവിതത്തിൽ പിന്നെ ഭാര്യനോട് നീ എനിക്ക് 3-ാം കെട്ട് കെട്ടാൻ സമ്മതം തരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പെണ്ണ് കെട്ടാൻ. പക്ഷെ അതിനെ മരണത്തിനോട് നമ്മൾ ഉപമിക്കുന്ന സമയത്ത് പ്രിയസഖി നീയൻ ഈ 3 കെട്ടിനും എനിക്ക് ആ കെട്ട് കെട്ടിപ്പോകാനുള്ള സമ്മതം തരണം. അതിൻ്റെ ഒരു പിന്നെ 2 കൂടെ കണക്ട് ചെയ്തിട്ടുള്ളൊരു ഉപമയാണ് അത് പോകുന്നത്. ഇത് വേറെ ലാംഗ്വേജിക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് ആ ഒരൊറ്റ ഉപമ മുതൽ ലോക്കായി കിടക്കുക. ലാസ്റ്റ് മുക്താറിന്റെ ഒരു പാട്ട് കവാലി സോങ് കൂടി പാടിയിട്ട് നമുക്ക്. കവാലി സോങ് എന്ന് പറയുമ്പോൾ ശരിക്കും കോറസും ഹാർമോണിയം, എനിക്ക് പപ്പുവേട്ടൻ പണ്ട് പറഞ്ഞ പോലെ പെട്ടില്ലാതെ ഞാൻ പാടില്ല എന്നുള്ള സംഭവമുണ്ട്. ശരിക്കും പിന്നെ എൻ്റെ ശീലം എന്ന് പറഞ്ഞാൽ ഹാർമോണിയം വായിച്ചുകൊണ്ട് പാടുക എന്നുള്ള. കവാലിയൊക്കെ ശരിക്കും ഇങ്ങനെ പിന്നെ എന്നിട്ട് പാടാൻ ഒന്ന് ക്ലാപ്പ് ചെയ്തപ്പോട്ടേന്നാ മതി. മേരെ റഷ് കെ കമൽ തൂനെ പെഹലി നസർ, മേരെ റഷ് കെ കമൽ തൂനെ പെഹലി നസർ, जब नजर से मिलाई मजा आ गया, जब नजर से मिलाई मजा आ गया, मेरे रश के कमल तूने पहली नजर, मेरे रश के कमल तूने पहली नजर, जब नजर से मिलाई मजा आ गया, जब नजर से मिलाई मजा आ गया, मेरे रश के कमल तूने पहली नजर, मेरे रश के कमल तूने पहली नजर, जब नजर से मिलाई मजा आ गया, जब नजर से मिलाई मजा आ गया. എനിക്ക് ഓൺ ക്രിയേഷൻ വരും കവാലി കുറെ. ഇതൊക്കെ ആൾറെഡി ഉള്ള നുസ്രത്ത് ഫത്തഹ് അലി ഖാൻ, റാഹത്ത് ഫത്തഹ് അലി ഖാൻ അവരൊക്കെ പാടിയിട്ടാക്കിയ പാട്ടുകളാണ്. മുക്താർ കുറെ ഓൺ ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. കവാലിസിന്റെ കുറെ ഉണ്ട്.
ഒന്നും റിലീസ് ആവാത്ത സാധനം ആയതുകൊണ്ട് പാടാണ്ടിരിക്കുക വലിയ ഒരു രീതിക്ക് ഇറക്കണം എന്നില്ല. ഡബ്സിന്റെ ഒക്കെ ഇപ്പൊ ഈ മലബാർ സ്ലാങ്ങിൽ പാട്ട് ചെയ്ത് കുറെ ആൾക്കാർ പറയുന്നൊരു ഇതാ, ഇപ്പൊ ഡബ്സിനെ കോപ്പി അടിക്കുക അല്ലെങ്കിൽ ഇവരൊക്കെ കോപ്പി അടിക്കുക എന്ന് പറയും. അങ്ങനെ എനിക്ക് വരാനുണ്ട്. പക്ഷെ ഞാൻ ഈ ഡബ്സിയൊക്കെ വരുന്നതിന് മുന്നാണ് നമ്മളെ മാസ്ക് ഇട്ട പെരുന്നാൾ 1, 2 ഇതൊക്കെ വന്ന് നമ്മൾ അന്നേ മലബാർ സ്ലാങ്ങിൽ നമ്മൾ എഴുതുന്ന ഡബ്സിക്കൊക്കെ മുന്നേ ഇൻഡിപെൻഡന്റ് അതുണ്ട്. ആ അതെന്താ സംഭവം, ശരിക്കും ഫിലിമിലൂടെ അല്ല അറ്റൻഷൻ, ഡബ്സിക്ക് ഫിലിമിലൂടെ അറ്റൻഷൻ കിട്ടിയത് കൊണ്ട് അങ്ങനെയാണ്. അതെ അതെ അങ്ങനെ നമ്മൾ വലിയ ബഡ്ജറ്റിലൊന്നല്ല 2000 3000 എല്ലാ പരിപാടിയും ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാല് അത് അങ്ങനെയാണ് ഞങ്ങളെ പ്രൊഡക്ഷൻ. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പിന്നെ സഹകരിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അധികം ചെലവുകൾ ആ വരും. ലെവലിൽ ചെയ്യുന്നോണ്ട് പിന്നെ ഇങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി ഇനി ഒരുപാട് ഇതുപോലെ അമ്മീമെന്ന് വാരി പോലെ ഒരുപാട് പാട്ട് ഞങ്ങളെല്ലായിടത്തുനിന്നും വരും. അത് വേറെ കാര്യം. അമ്മിമന്ത് വാരി എന്നുള്ളൊരു പാട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വാരിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ മാത്രല്ല എല്ലായിടത്തും കയറി വരും ഞങ്ങള്. പൈസയും മാറണം കേട്ടോ. ആ തീർച്ചയായിട്ടും. അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുള്ള ഓക്കെ മലബാറീസ്. അപ്പൊ നല്ല മലബാർ അല്ലേ? അപ്പൊ ഓക്കെ എന്നാ സന്തോഷം. ഇനി അടിച്ചു പൊളിച്ച് പാടാൻ നമുക്ക് ഇങ്ങനെ കാതിന് നല്ല കുളിർമ തരാ പാട്ടുകളായി. തീർച്ചയായിട്ടും. ഈ മഴ പോലെ മാനാഞ്ചിറയിൽ മഴ പെയ്യുന്നു. ഓക്കെ അപ്പൊ താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷം.